നാട്ടിൽ ഡോളോ 650 എന്നറിയപ്പെടും. ഗൾഫ് കൺട്രീസിൽ ഇതിനെ പാനഡോൾ എന്നറിയപ്പെടും. US പോവുകയാണെങ്കിൽ ടൈലിനോൾ, അസെറ്റമിനോഫെൻ എന്നും വിളിക്കാറുണ്ട്. എന്നാൽ എല്ലാവർക്കും അറിയുന്ന പേര് പാരസെറ്റമോൾ. ഈ മരുന്ന് എല്ലാ വേദനയ്ക്കും, പനിക്കും, വയറുവേദന, നടുവേദന, തലവേദന, ചെവിവേദന, തോളുവേദന, കാലുവേദന എല്ലാം വേദനയ്ക്കും കഴിക്കാറുണ്ട്. ഈ മരുന്നിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു ഗുളികയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒന്നിലും നമുക്ക് ശരിയാവില്ല. 2, 3, 4, 5, 6, 7 ടാബ്ലറ്റ്സ് എടുക്കേണ്ടി വരുന്നൊരു അവസ്ഥയാണ്. ഇതൊരു സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് ആണ് ശരിക്കും. പാരസെറ്റമോൾ സേഫ് ആയിട്ടുള്ള മരുന്ന് തന്നെയാണ്. പക്ഷേ ഇത് ശരിക്കും എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ നേരത്തുള്ളൊരു വേദന അല്ലെങ്കിൽ പനി മാത്രമേ അത് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതേ വേദന എപ്പോഴും ഫീൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. ശരിക്കുള്ള കാരണം എന്താണ് ആ വേദനയ്ക്കുള്ളതെന്ന് മനസ്സിലാക്കണം. അതിനാണ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ ആവശ്യം. പാരസെറ്റമോൾ മരുന്ന് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വേദനയുടെ ആ ഫീലിങ്സിനെയാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ വേദന ഫീൽ ചെയ്യില്ല, പക്ഷേ ശരിക്കുള്ള കാരണത്തെ അതൊരിക്കലും ട്രീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എപ്പോഴും വേദന വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സെയിം വേദന റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ ഡോക്ടറെ കാണിച്ചേ പറ്റൂ. പാരസെറ്റമോൾ സേഫ് ആയിട്ടുള്ള മരുന്ന് തന്നെയാണ്. മാക്സിമം ഡോസ് 4000 മില്ലിഗ്രാം ആണ്. ഇതിൽ കൂടുതൽ അളവിൽ നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ ലിവറിനാണ് പണി കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടും ഹെൽത്ത് ഫാർമസി റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.